രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ഒരു വെപ്രാളത്തിൽ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോഴേ കൈ നീട്ടി ഞാൻ കൈയുടെ വിരലിൻ്റെ അറ്റത്ത് പിടിച്ച് കുറച്ച് അടുപ്പിച്ചപ്പോഴത്തേന് പുള്ളിക്കാരത്തെ എന്നെ അങ്ങോട്ട് തിരിച്ച് വലിക്കുക. അങ്ങോട്ട് വലിച്ചപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി വീണ്ടും നമ്മളെ പിടിച്ച് താഴ്ത്തി കൊണ്ടുപോകത്തേ ഉള്ളൂ. പുത്തൂർ ഞാങ്കടവ് പാലത്തിൽ നിന്നും കല്ലടയാറ്റിലേക്ക് ചാടിയ യുവതിയെ സാഹസികമായി രക്ഷിച്ച് മാതൃകയായിരിക്കുകയാണ് ഐവർകാല സ്വദേശികളായ സുരേഷ് കുമാറും വിഷ്ണുലാലും. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് കൊട്ടാരക്കരയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന യുവതി പാലത്തിന് സമീപം സ്കൂട്ടറിലെത്തിയത്. യുവതി ധരിച്ചിരുന്ന സ്വർണ്ണമാല ഊരി വാഹനത്തിൽ സൂക്ഷിച്ച ശേഷമാണ് പാലത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും കല്ലടയാറ്റിലേക്ക് ചാടിയത്. പിന്നീട് സംഭവിച്ചത് രക്ഷാപ്രവർത്തനം നടത്തിയ സുരേഷ് കുമാറും വിഷ്ണുലാലും കൊട്ടാരക്കര ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെ. അതിൽ ഒന്ന് രണ്ട് പേര് പാലത്തിൽ നിന്നിട്ട് വണ്ടിയിൽ കൈ കാണിച്ചു. ഇങ്ങനെ എന്തോ ഒരു ആപത്ത് കണ്ടിട്ട് കൈ കാണിക്കുന്ന മാതിരി പെട്ടെന്ന് നടുക്കേറിയെന്ന് തന്നെ കൈ കാണിച്ചു. ഇങ്ങനെ ഒരാൾ വെള്ളത്തിലോട്ട് ചാടിയിട്ടുണ്ട്, മരിച്ചിട്ടില്ല, ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി താന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ആരെങ്കിലും ഉണ്ടോ എന്തൊക്കെ. പുള്ളി അവരെ ഒരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള അറിയാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ നടുക്ക് ഭാഗത്ത് മുങ്ങിയും ഇങ്ങനെ നിൽക്കുക. അപ്പം ഒരുമാതിരി ക്ഷീണിച്ച അവസ്ഥയിലാണ്. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് വൈഫിനടുത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് താഴേക്ക് വന്നു. ആരും വിളിക്കാനും എടുക്കാനും ഒന്നും നോക്കിയില്ല. ഞാൻ പിന്നെ വാച്ചും ഫോണും പൈസയും വണ്ടിയിലോട്ട് വെച്ചു. നിന്ന വേഷത്തിൽ തന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ട് പാൻസും ഷർട്ടുമായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത്ര ഹൈറ്റിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എടുത്ത് ചാടി നീന്തി അടുത്ത് ചെന്നപ്പോഴത്തേന് പുള്ളിക്കാരത്തി ഏകദേശം നല്ല ക്ഷീണിച്ച അവസ്ഥയിലാണ്. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തിയെ പെട്ടെന്ന് ഞാൻ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി എല്ലാം തോന്നി. കാരണം നമ്മളെ കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ലെന്ന് എനിക്കറിയാം. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ഒരു വെപ്രാളത്തിൽ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോഴേ കൈ നീട്ടി ഞാൻ കൈയുടെ വിരലിൻ്റെ അറ്റത്ത് പിടിച്ച് കുറച്ച് അടുപ്പിച്ചപ്പോഴത്തേന് പുള്ളിക്കാരത്തെ എന്നെ അങ്ങോട്ട് തിരിച്ച് വലിക്കുക. അങ്ങോട്ട് വലിച്ചപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി വീണ്ടും നമ്മളെ പിടിച്ച് താഴ്ത്തി കൊണ്ടുപോകത്തേ ഉള്ളൂ. ഞാൻ വീണ്ടും പുള്ളിക്കാരത്തെ കൈ തട്ടി മാറ്റിയിട്ട് അപ്പുറത്തെ കയ്യിൽ പിടിച്ചപ്പോഴും കുറച്ച് ദൂരത്തേക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും പുള്ളിക്കാരി മറ്റേ കൈ കൊണ്ട് എൻ്റെ കൈ കയറി പിടിച്ചിട്ട് എന്നെ അങ്ങോട്ട് അടുത്തോട്ട് വലിപ്പിക്കുക. കാരണം പുള്ളിക്കാരത്തേക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ ശ്വാസം കിട്ടാത്തൊരവസ്ഥ. ഞാൻ പെട്ടെന്ന് കൈ തട്ടിയിട്ട് തലയിൽ പിടിച്ച് ഇങ്ങനെ തിരിച്ചു. പുള്ളിക്കാരത്തി ഇങ്ങനെ ആയിരുന്നു കിടന്നിരുന്നത്. പുള്ളി തിരിച്ചപ്പോഴത്തേന് മലന്ന് വീണിട്ടുണ്ട്. അപ്പോൾ മലന്ന് വീണ് മുടിയിൽ പിടിച്ച് പൊക്കി നിർത്തി. പൊടിയിൽ പിടിച്ച് പൊക്കി എടുത്തപ്പോഴത്തേന് ശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ വെള്ളം കൂടി മാറി ശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ ദീർഘമായിട്ട് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് ഞാൻ മുടിയെ പിടിച്ച് വലിച്ചുകൊണ്ട് കുറച്ച് ദൂരത്തേക്ക് കരയിലോട്ട് നീന്തിയപ്പോഴത്തേന് എനിക്ക് പാൻസും ഷർട്ടും ഇട്ടേക്കുന്നതുകൊണ്ട് വെള്ളം കയറി മൊത്തം എനിക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഇത് ഹോൾഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പം മുങ്ങി ക്ഷീണിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ഇറങ്ങിയ വഴിക്ക് ഒരു വലിയ കമ്പ് അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് മേലിൽ കൂടെ ഞാൻ ചാടിയത് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചിങ്ങോട്ട് ആക്കിക്കൊണ്ട് പുള്ളിക്കടുത്ത് കൈയിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്, മലന്ന് കിടന്ന് നീന്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ കമ്പെടുത്ത് നീട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് നീന്തി ഞാൻ കരയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ചേട്ടൻ വീട്ടിൽ നിന്ന് വേഷത്തിലാണെന്ന് തോന്നുന്നു ഒരു കൈരി എടുത്തിട്ട് ചേട്ടൻ പെട്ടെന്ന് ഈ കരയിലെത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹളത്തിനിടയ്ക്കാണ് ഭാര്യ എന്നെ വന്ന് വിളിക്കുന്നത്. ഞാൻ വന്ന് നോക്കുമ്പോൾ പെൺകുട്ടി ഏകദേശം ഈ ഭാഗത്ത് വന്ന് താണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഭാര്യയെ പറഞ്ഞു വിട്ട് വീട്ടിൽ നിന്ന് കയറെടുപ്പിച്ചു. ഞാൻ കയറുമായിട്ട് വെള്ളത്തിലിറങ്ങി നീന്തി എൻ്റെ അടുത്ത് ചെന്നിട്ട് കയറ് കയ്യെ കൊടുത്തിട്ട് കയറെ തിരിച്ച് പിടിച്ച് നീന്തി കരയ്ക്കടുപ്പിച്ചു. അപ്പോഴത്തേക്ക് വിഷ്ണുലാലും കൂടെ വന്ന് ഇവിടെ നിന്നവരെല്ലാം കൂടെ പിടിച്ച് കരയ്ക്ക് കയറ്റി. ഉടനെ തന്നെ ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള തണൽ എന്ന് പറഞ്ഞൊരു ആംബുലൻസ് ഉണ്ട്. ആംബുലൻസിൽ ഈ വാർഡിലെ മെമ്പറും ഞങ്ങളുടെ ഐവറാല കിഴക്കേക്കര 6-ാം വാർഡിലെ മെമ്പറും തെക്കിഞ്ചേരി വാർഡിലെ പൗത്രശ്ശേരി പഞ്ചായത്തിലെ സന്തോഷ് മെമ്പറും കൂടെ ചേർന്ന് നാട്ടുകാരും കൂടെ ചേർന്ന് വാഹനത്തിൽ പുത്തൂര് MGM ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ അവിടെ ഒക്കെയെന്ന് പറഞ്ഞ് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊട്ടാരക്കര. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെയും ഒക്കത്തിനഞ്ഞിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അപ്പോൾ അവിടെ ചികിത്സയിലാണ് ഇപ്പോൾ പെൺകുട്ടി. ചാടിക്കഴിഞ്ഞ് 2 മിനിറ്റിനുള്ളിലാണ് പുള്ളി എത്തിയത്. അപ്പോൾ തന്നെ പുള്ളി എടുത്ത് വെള്ളത്തിൽ ചാടി. വിഷ്ണു സത്യത്തിൽ വളരെ ധീരമായൊരു ഇതാണ് നടത്തിയത്. കാരണം അയാൾ അതിൻ്റെ ആപത്ത് മനസ്സിലാക്കാതാണ് എടുത്തിയ ഡ്രസ്സോട് കൂടി ചാടി നീന്തി രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അയാൾ ആ ആവേശത്തിനടുത്ത് അങ്ങ് ചാടിയതാണ്. അത് ഒരു അപകടകരമായ ചാട്ടമായിരുന്നു. പുള്ളിയെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചാട്ടം അയാൾക്കും കൂടെ ജീവഹാനി വരുത്തുന്ന വിധത്തിലായിരുന്നു. രക്ഷിക്കാൻ ചാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് ഇവിടെ വേറൊന്നും അവൈലബിൾ അല്ലായിരുന്നു. കയറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പോയി എടുത്തിട്ട് വന്ന് രക്ഷിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീന്തലറിയാം. ഞാനും ഇതുപോലെ ആറിൻ്റെ സൈഡിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ടേ നമുക്ക് നീന്തലും കാര്യങ്ങളൊക്കെ അറിയാം. ഈ ഇട്ട ഡ്രസ്സിൽ തന്നെ ചാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഊരി വെച്ചിട്ട് ചാടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമ്മളപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും പുള്ളിക്കാരത്തെ രക്ഷിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെ എടുത്ത് ചാടിയേ ഉണ്ടായത്. സുരേഷ് ചേട്ടൻ ആ കൃത്യസമയത്ത് തന്നെ ഞാൻ ക്ഷീണിച്ച് കടയിലേക്ക് വന്ന് ആ കമ്പെടുത്തിട്ട് പോകാന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ സുരേഷ് ചേട്ടൻ കൃത്യസമയത്ത് എത്തി. ഒരുപക്ഷെ ഞാൻ ആ കമ്പെടുത്താൻ കുറച്ച് താമസിച്ച് പിന്നെ നീന്തി പോയി ആ കമ്പിട്ട് കൊടുക്കുമ്പോഴത്തേന് ഒരുപക്ഷെ ചിലപ്പം പുള്ളിക്കാരത്ത് താന്നു പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് തന്നെ സുരേഷ് ചേട്ടൻ കരയിലെത്തുകയും ചെയ്തു.
അത് തന്നെ എന്തായാലും ഒരു കൃത്യസമയത്തുള്ള ഇടപെടലായിരുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരത്തി എന്തോ ഇതിൽ പറയുന്ന ആയുസിൻ്റെ ബലമാണോ എന്താണെന്നറിയത്തില്ല, പുള്ളിക്കാരത്തി രക്ഷപ്പെടാൻ എന്തായാലും അങ്ങനെ ഒരു സാധ്യതയായി.